പ്രതീക്ഷകൾ കൂടി വരെയുണ്ട്. കുറേയല്ല ചെയ്യണത്, ഡേ ബൈ ഡേ കൂടുന്നു. ഇനി കൂടുന്നത് അപ്പുറം ചാടുമെന്ന് എനിക്ക് ആദ്യമേ ഞാൻ പറയാറുണ്ടല്ലോ. ഞങ്ങൾ ഇവിടുത്തെ ഒരു ചെറിയ പാർട്ടിയല്ലേ, ഇൻഫൻറ്റ് പാർട്ടി എന്നല്ലേ ഞാൻ പറയണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രാഫ് കയറുന്നു. ചില സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട്. ഇനി 6 ദിവസം കിടക്കില്ല, 6 നിന്ന് 18 7 ദിവസം 8 ദിവസമുണ്ട്. 8ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മെച്ചുവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ AP അബ്ദുള്ളക്കുട്ടി മത്സരിച്ചു, ഒരു ഗ്രാഫ് ഉയർത്തി. അതേപോലെ തന്നെ ഇത്തരത്തിൽ അതിനേക്കാൾ കൂടുതൽ ഒരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരെ വന്നു, കോൺഗ്രസ് നിന്ന് വന്നു, ലീഗിൽ നിന്ന് വന്നു. ടെലിഫോണിൽ കൂടെയാണ് കേട്ടോ, ഓപ്പണായിട്ടല്ല, ടെലിഫോണിൽ കൂടെ വിളിച്ച് സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം സാറിന് എന്നെ വോട്ട് ചെയ്യുമെന്ന്. എന്ത് വന്നാലും ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇപ്രാവശ്യം സാറിന് വോട്ട് ചെയ്യും. ഞാൻ ജോലി ചെയ്ത് യൂണിവേഴ്സിറ്റി 4 കൊല്ലം നിങ്ങൾക്കറിയാമല്ലോ. അവരൊക്കെ ഇപ്പോൾ പറയുന്നു സാറായിരുന്നു ശരിയെന്ന് പറയുന്നുണ്ടല്ലോ. നീതി എല്ലാവർക്കും കൊടുക്കുന്നതാണ് ശരിയെന്ന് പറയുന്നല്ലോ. തുല്യത എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതാണ് ശരിയെന്ന് പറയുന്നല്ലോ. പാർട്ടി കൺസിഡറേഷൻ വെച്ച് കൂടുതൽ ശരിയും കൂടുതൽ തെറ്റും കൂടുതൽ നീതിയൊന്നും കൊടുത്തില്ലാത്തത് ശരിയാണെന്ന് പറയുന്നല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC UDFന് നോമിനി ആയിട്ട് VC ആയ ആളാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് മറുപടി? മുഖ്യമന്ത്രി ചില സമയത്ത് അദ്ദേഹത്തിന് ചില പൊളിറ്റിക്കൽ വട്ടുകൾ വരും, അപ്പോൾ അതൊക്കെ പറയും. UDFൻ്റെ ആളായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് ഞാൻ നിരാകരിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനോട് നന്ദി ഇല്ലയെന്ന് പറഞ്ഞിട്ടുമില്ല, നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനോട് എതിരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കന്മാരോട് ഞാൻ അന്നും ഇന്നും സ്നേഹവും ബഹുമാനമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവിടെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. UDF നോമിനി അല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടി പറ്റ ആളുമല്ല ഞാൻ. ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ ഞാൻ ചേർന്നിട്ടുമില്ല. ഞാൻ UDF നോമിനി, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നോമിനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് അവരോട് അതിനുള്ള കടപ്പാടുമുണ്ട്, അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതവിടെ നിൽക്കുമ്പം അന്ന് ഞാനൊരു ടോട്ടൽ അക്കഡമിഷ്യനല്ലേ, അത് കഴിഞ്ഞ് നല്ലൊരു ട്രാൻസ്ഫർമേഷൻ വന്നില്ലേ, അതൊരു പൊളിറ്റീഷ്യനായില്ലേ. പൊളിറ്റീഷ്യൻ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്നപ്പം ETയോടൊക്കെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം നിറവേറ്റാനല്ലേ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പറയണ അദ്ദേഹം ഇങ്ങനെ വന്നാൽ ചെയ്യില്ലേ? ഇദ്ദേഹം എന്നെക്കാളും 100 പ്രാവശ്യം കാല് വാരി ഉണങ്ങി പോയി ചെയ്യും മുഖ്യമന്ത്രി. പിന്നെ അല്ലാതെ അല്ലേ പിന്നെ അങ്ങനെ ഇങ്ങനെ പറയണെന്തിനാ? അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയാമല്ലോ, എന്ത് പൊളിറ്റിക്സ് അറിയാം. NDAക്കാരനും ചിലപ്പം അല്ലേ പിന്നെ പാർട്ടി ഇല്ലാത്തവനിങ്ങനെ ആവും, പാർട്ടി ഉള്ളത് തന്നെ എത്ര പേര് മാറുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടുണ്ട്. ഇതറിയാവുന്ന ആൾ എന്നെ കളിയാക്കാൻ ശ്രമിക്കണേ എന്തിനാ?